മതി മോളെ. ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നോണ്ട് വല്ല കാര്യമുണ്ടോ തോമാച്ച? മരണത്തെ തടുക്കാൻ മനുഷ്യനെ കൊണ്ടാവൂ? താറതി മരിച്ചിട്ട് 2-3 മാസമായില്ലേ? ഇനി ഇങ്ങനെ പെരയെ തന്നെ ഇരുന്നാലോ? വല്ല ജോലിക്കും പോകാണ്ട് സൂക്കേട് വല്ലതും പിടിക്കത്തില്ലയോ? നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ഞങ്ങ വന്ന കാര്യം പറയാനാണെങ്കി നിങ്ങൾക്ക് അങ്ങോട്ട് പറയരുതോ? എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം. നമുക്ക് ആ കാര്യം അങ്ങോട്ട് നടത്തരുതോ തോമാച്ച? ആ കല്യാണക്കാര്യം ആർക്കറിയായോ? ഞങ്ങളൊരു രഹസ്യം പറയുകയായിരുന്നു. ശരി, കറിയോടെ ഇവിടെ കേട്ടോട്ടെ. നീ അവിടെ നിൽക്കുക കറിയേ. ഏത് കല്യാണക്കാര്യമാ നിങ്ങൾ പറയണേ? അല്ല, മേരിക്കുട്ടീനെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിക്കണ കാര്യേ. ഞങ്ങൾക്കിനിയിപ്പം സ്ത്രീധനമൊന്നും വേണമെന്നില്ല. തന്നെയല്ല, മത്തായിക്കുട്ടിക്ക് ഒരു വാശി മേരിക്കുട്ടീനെ തന്നെ കെട്ടണമെന്ന്. പിന്നെ ഞങ്ങളും കരുതി അതങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ എന്ന്. നിങ്ങൾ രണ്ടിനും ഇവിടെ നിന്ന് ഞാൻ ചവിട്ടി ഇറക്കാത്ത എന്താണെന്ന് അറിയാമോ? തറവിയുടെ ശവം എടുക്കാൻ താൻ കൂടെ വന്നിരുന്നുകൊണ്ടാണ്. ഇറങ്ങി പോണോ അവിടെ നിന്ന്? പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കും. നിനക്കല്ല നാണം ഉണ്ടോ? മേരിനെ ഈ നിൽക്കുന്ന കറിയൊക്കെ കെട്ടിക്കൊടുക്കാൻ പോവാണ്. മനസ്സുയോത്യത്തിലുള്ള ദിവസം നിശ്ചയിച്ചാ കറിയാ വന്നിരിക്കുന്നത്. എന്റെ പൊന്ന് തോമാച്ച, ഞങ്ങളെ ചതിക്കരുത്. മത്തായിക്കുട്ടിയുടെ കെട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയായിപ്പോ. എടേ മേരിക്കുട്ടി, ആ ചൂല എടുത്തോണ്ട് 2 എണ്ണത്തിന് അടിച്ച് ഇറക്കിട്ട് ഇവിടുന്ന്. അയ്യോ, ചൂലൊന്നും എടുക്കണ്ടോ? എന്നാ ഇറങ്ങിപ്പോ. നാറി തളന്ത വന്നിരിക്കുന്നുണ്ട്. പെണ്ണി ചോദിക്കാം. എന്തായി കറിയ? അച്ഛനെ കണ്ടോ? കണ്ടു. 4-ാം തീയതി മനുഷ്യോദ്യവും 6-ാം തീയതി കല്യാണം നടത്തിക്കോളാൻ പറഞ്ഞിരിക്കുക അച്ഛൻ. അങ്ങനെ അടുത്തടുത്ത് തന്നെ അതങ്ങ് നടക്കട്ടെ. അതായിരിക്കും ദൈവഹിതം. അത് കാണാൻ എന്റെ തറവി ഇല്ലാതെ പോയി. നടക്കട്ടെ. മേരി ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടു? ആരും കണ്ടില്ലെന്നാണ് തോന്നുന്നത്. കണ്ടാലും സാരമില്ല ജോയിച്ച. ഇനിയും ഇതിങ്ങനെ ഒളിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? മേരി എന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്? ഇന്ന് തീയതി 1 4-ാം തീയതി എന്റെ മനസ്സ് ചോദ്യം വെച്ചിരിക്കാണ് ജോയിച്ച. അതിനു മുമ്പ് എല്ലാം ഒന്ന് തീരുമാനിക്കണ്ടേ? എന്ത് തീരുമാനിക്കുന്ന കാര്യമാണ് മേരി പറയുന്നത്? ആ കറിയാ ചട്നി എന്നെ കെട്ടിച്ചു കൊടുക്കാൻ അപ്പച്ചൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൊള്ളാം, കറിയ നല്ലവനാണ്. ജോയിച്ച, മേരിയുടെ അപ്പച്ചൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാണ്. ജോയിച്ചിന് തീരുമാനമൊന്നുമില്ലേ? എന്നെ അല്ലാതെ കല്യാണം കഴിക്കില്ലെന്ന് ജോയിച്ചൻ തീരുമാനിച്ചതല്ലേ? ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല മേരി. ഞാൻ എന്റെ അപ്പച്ചനോട് അമ്മച്ചോട് സംസാരിച്ചു നോക്കി, അവർ സമ്മതിക്കുന്നില്ല. അവരുടെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് മേരി, കറിയായി തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. നടക്കാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ മേരി? നടക്കാതെ പറ്റുകയില്ല ജയിച്ച. ഞാൻ ഗർഭിണിയാണ്. അതെ ജയിച്ച. നേരാണ് മേരി പറയുന്നത്? നുണ പറയാൻ എനിക്കറിയാൻ പാടില്ല ജോയിച്ച. വീട്ടുകാരെ അറിയിച്ചു ഉടനെ കല്യാണം നടത്തണം. കല്യാണമോ? ഞാനെന്തിനാ കല്യാണം കഴിക്കുന്നത്? എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലല്ലേ ജോയിച്ച. ജോയിച്ചിനല്ലാതെ പിന്നെ ആരാണ് എന്നെ കല്യാണം കഴിക്കേണ്ടത്? എനിക്കതിനുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല. ജോയിച്ചിന് മാത്രമാണ് ഉത്തരവാദിത്വം. ജോയിച്ചൻ മാത്രമേ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടുള്ളൂ. അതെല്ലാ പെണ്ണുങ്ങളും പറയുന്നതാണ്. ഈ സൂത്രമൊന്നും ജോയിയോട് വേണ്ട. ജോയിച്ച, ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. മേരിക്ക് അപകടം വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ നോക്കൂ. അതിന് രൂപ വല്ലത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരികയും ചെയ്യാം. അല്ലാതെ കല്യാണക്കാര്യം മാത്രം പറയണ്ട. അത് കളയാൻ നോക്കിക്കോളൂ. എന്റെ ജോയിച്ചൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കാര്യം കൊണ്ടാണ് എന്റെ അമ്മച്ചി മരിച്ചത്. ഇനി എന്നെയും കൊല്ലാൻ പോവാണോ? അവൻ നിന്നെ കൊല്ലുന്നില്ല, ഞാൻ തന്നെ നിന്നെ കൊന്നേക്കാൻ വേണ്ടി. ഇറങ്ങി പോകാനല്ലേ
വല്ലയിടത്തുമൊക്കെ നടന്ന് വയസ്സിലായപ്പോൾ എന്റെ മോനെ ചുറ്റിക്കാൻ വന്നിരിക്കുന്നു. ഓടി വഴി അമ്മച്ചി ഇപ്പോഴിങ്ങോട്ട് വന്നത് നന്നായി. അതേടാ, ഞാൻ വന്നത് വളരെ നന്നായി. ഇവിടെ പറയുന്നതെല്ലാം ഞാൻ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. എടാ, വേഗം പോയി തീരുമാനം ഉണ്ടാക്കിച്ചു. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ അപ്പനെ നിനക്ക് അറിയാമല്ലോ. അവൻ ഇവിടെ വന്ന് നിന്നെയും കൊല്ലും, എന്നെയും കൊല്ലും, നിന്റെ അപ്പനെയും കൊല്ലും. ഈ വീടിന് തീയും വെക്കും. അതുണ്ടാകുന്നതിന് മുൻപേ വേഗം പോയി ഇതിന് സമാധാനം ഉണ്ടാക്കും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം അമ്മച്ചി? നീ എവിടെങ്കിലും പോയി കാണാൻ നശിച്ചവനെ. ആ പെണ്ണിന്റെ അപ്പൻ ഇവിടെ വഴക്കം കൊണ്ട് വരുന്നതിന് മുൻപേ വേഗം പോയി തീരുമാനം ഉണ്ടാക്കും. എന്റെ മാറാവേ, മോക്കിത്. എന്റെ കർത്താവേ, എനിക്കിതെല്ലാം ഒന്നിട്ടോണ്ട് നിന്റെ കല്യാണത്തിന് പള്ളിയിലൊന്ന് വരണമല്ലോടാ മോനെ. അതിനല്ലേ അമ്മ ഞാനിതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. പക്ഷേ എങ്കിൽ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. അതിനെന്താ, ഞാനൊരു കാറ് കൊണ്ടുവന്ന് കാറ് കയറ്റിക്കൊണ്ടുപോവാ. പിന്നെന്താ, അപ്പൊ എനിക്ക് കാറേലും കേറാം. നല്ല ഭംഗിയില്ലേ ചേട്ടാ? ആ നിന്നെ കണ്ടായപ്പോ അറിയില്ലല്ലോ. ചേച്ചി ഇത് കണ്ടേ ചേച്ചി? കരയച്ചേട്ടാ എനിക്ക് അമ്മമ്മയ്ക്ക് തുണിയെല്ലാം കൊണ്ടുവന്നല്ല. ചേച്ചിയുടെ കല്യാണത്തിന് വരാനാ. ഏവക്കൊന്നും മേടിച്ചില്ലോടാ മോനെ? എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ വച്ചിരിക്കുക. എല്ലാം മേടിച്ചു. പക്ഷേ എങ്കിൽ ഒരു കാര്യം മറന്നുപോയി. എന്നതാ? കറുപ്പ്. ഓ, അത് വാങ്ങി ഞാൻ പെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എടുത്തോണ്ട് വരാം. പള്ളി വരെ പോയിരുന്നു. ആ മകളുടെ കല്യാണമൊക്കെ അല്ലേ? ആ, അതങ്ങോട്ട് നടത്താന്ന് വിചാരിച്ച്. ആ കസേരയിലോട്ടിരിക്കുവോ? ഞാൻ ഇവിടെ നിന്നോളാം. കേസൊക്കെ രാജിയായി അല്ലേ? കൊച്ചുമുതലാളിയുടെ കൃപ കൊണ്ട് അതങ്ങനെ തീർന്നെന്ന് പറഞ്ഞാ മതിയല്ല. തോമാച്ചേട്ടൻ ആദ്യമായിട്ടോട് വരികയല്ലേ, എന്തെങ്കിലും ഒരു അല്പം തരണ്ടേ? വേണ്ട കൊച്ചുമുതലാളി. എന്താ തോമാച്ചേട്ടൻ കുടിക്കാറില്ലേ? കുടിക്കാറില്ലേന്ന് ചോദിച്ചാ വല്ല വെട്ടിരുമ്പോ കൊട്ടുകൂടിയോ വെള്ളം ഒഴിക്കണ്ട, അതിന്റെ എരിയും പുളിയൊക്കെ അങ്ങ് പോവും. എന്നാ ഒരു പിടി അങ്ങ് പിടിച്ചോ. നല്ല തറവാടിയാണ്. വേണ്ട കൊച്ചുമുതലാളി. കുറച്ചുകൂടി കുടിക്കണം. വേണ്ട വേണ്ട, എങ്കിൽ പിന്നെ കഴിക്കാം. ഒരു പുക കൂടി അങ്ങ് ചെല്ലട്ടെ. എന്തേലും പീടിയുണ്ട്? ഇതെടുത്ത് വലിക്കണം. കൊച്ചുമുതലാളി ഇനി തന്നേച്ചാ അപ്പോൾ കല്യാണത്തിന് ഞങ്ങളൊക്കെ വിളിക്കില്ലേ? എന്താ തോമാച്ചേട്ടൻ കരയുന്നത്? എന്റെ താലി പോയി കൊച്ചുമുതലാളി. അവൾ ആശിച്ച കല്യാണമായി, അത് കാണാൻ അവളില്ലാതെ പോയി. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? കല്യാണം ഭംഗിയെ നടത്താൻ നോക്കണം. ആ ഇതിരിക്കട്ടെ, 250 രൂപയുണ്ട്. എന്തിനു കൊച്ചുമുതലാളി? തോമാച്ചേട്ടൻ ഈ നാട്ടിൽ വന്നിട്ട് കാര്യമായിട്ടൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോ കല്യാണത്തിനുള്ള എന്റെ സംഭാവന ഇട്ടിരിക്കട്ടെ. കൊച്ചുമുതലാളി ദൈവമാണ്. ദൈവം എന്നെ കുത്തുകേസിന്ന് രക്ഷിച്ചു. ഇപ്പൊ എന്റെ മോളെ കല്യാണത്തിന് പണവും തന്നു. കൊച്ചുമുതലാളി ദൈവമാണ്, ദൈവം. ആ തോമാച്ചേട്ടൻ പോവാൻ നോക്ക്. ശബ്ദം കേട്ടില്ല, അമ്മച്ചി ഇങ്ങോട്ട് വരും. അമ്മച്ചി അറിയണ്ട, തോമാച്ചേട്ടൻ പോവുക. അമ്മച്ചി അറിയണ്ട.
ചേട്ടൻ പോവുക. കൊച്ചുമുതലാളി ദൈവമാണ്. കൊച്ചുമുതലാളി ദൈവമാണ്.